അലീനയുടെയും മനുവിൻ്റെയും വരാൻ പോകുന്ന ഒരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനനെ കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. അവിടുന്ന് അലീനയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ റൗഡികൾ വന്ന് ആ കതവിന് മുട്ടാണ്. അലീന ആദ്യം തന്നെ അകത്തുനിന്ന് ആ കതകിന് ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ കതക് ചവിട്ടിപ്പൊളിക്കാൻ നോക്കാണ്. മര്യാദയ്ക്ക് കതക് തുറക്കടി, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അലീനയാണെങ്കിലോ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രണ്ട് ജനലും തുറന്നിട്ട് അതിൽ കൂടി സഹായിക്കണേന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മനു വിളിച്ച് ഗംഗേട്ടനോടും പറയുന്നുണ്ടായിരുന്നല്ലോ അച്ഛനും കൊച്ചച്ഛനും ആണ് ഇതിന്റെ പിന്നിലെന്ന്. അപ്പോൾ ഗംഗാധരനാണെങ്കിൽ പറയുന്നുണ്ട്, നീ ആ ഹോട്ടലിന്റെ ലൊക്കേഷനും ഇട്ടേരെ, ഞാൻ അങ്ങോട്ടേക്ക് പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗംഗാധരനാണെങ്കിൽ അവരെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ പണിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇത് തീക്കളിയാണ്. തീക്കൊള്ളി കൊണ്ടാ നിങ്ങളൊക്കെ തലച്ചൊറിയുന്നത്. ഇതിന്റെ പേരിൽ പശ്ചാത്തപിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോ അവരാണെങ്കിലോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ബാലേന്ദ്രനും അതുപോലെ നമ്മുടെ കൃഷ്ണമോളും കൂടെ കൂടിയിട്ട് ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവരാണെങ്കിലോ അങ്ങനെ കണ്ടിട്ടില്ല എന്നും ഓട്ടോ വിളിച്ചിട്ടില്ല എന്നും പറയുകയാണ് കേട്ടോ. മനുവിനോട് ബാലേന്ദ്രൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അപ്പോ ഒരു കാര്യം ഉറപ്പായി, ഇവിടുന്ന് അലീനനെ തട്ടിക്കൊണ്ടുപോയത് തന്നെയാണ്, അല്ലാതെ വരാൻ ഒരു വഴിയില്ല. എന്തായാലും ഞാന് വെള്ളിച്ചനെ വിളിച്ച കാര്യം പറഞ്ഞു. വെള്ളിച്ചൻ ഓൺ ദ വേ ആണ്, ഹോട്ടലിലേക്ക് പോയിക്കൊള്ളാന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് വെള്ളിച്ചൻ തന്നെ അനിയന്മാരെ കാണട്ടെ, രണ്ടെണ്ണം പൊട്ടിക്കുമ്പോൾ രണ്ടുപേരും സത്യം പറഞ്ഞോളും എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിലേ ഞാനും വരുന്ന അങ്ങോട്ട് എന്നിട്ട് രണ്ടുപേരോടും എനിക്കും ചിലത് പറയാനുണ്ട്, രണ്ടെണ്ണം കൊടുക്കാനുമുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ ഗംഗാധരനാണെങ്കിൽ ആദ്യം ഗംഗേട്ടനായിരിക്കും അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അതിനുശേഷം റൂമിന്റെ വാതിൽ മുട്ടുമ്പോ അവരൊന്ന് വാതിൽ തുറക്കുന്നുണ്ട്. എന്താടാ നീയൊക്കെ എന്ത് പണിയാ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്താ ചെയ്യുന്നതെന്ന് നിനക്കൊക്കെ വല്ല ഊഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്തായിട്ടാ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഓരോരുത്തരും വെറുതെ ഓരോന്നൊക്കെ വിളിച്ചു പറയാ. ആര് വെറുതെ വിളിച്ചു പറയാണെന്ന് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നീയൊക്കെ എന്താ കരുതിയത്? ഇതേ പോലീസ് കേസ് ആയാല് അറിയാലോ, രണ്ടും നാണം കിട്ട് നാടുടേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. എന്റെ പൊന്നേട്ടാ, ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇതൊക്കെ അവരുടെ വെറും തെറ്റിദ്ധാരണ മാത്ര. പിന്നെന്തിനാ റൂം എടുത്ത് ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പ്? അത് പിന്നെ വൈജയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലോ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കാം. ബാലേന്ദ്രൻ അവളുടെ പുന്നാര മോളെയും കെട്ടിപ്പിടിച്ച് വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ, ഭാര്യനെ നോക്കാനൊന്നും അവന് സമയമില്ലല്ലോ. എന്നിട്ട് ഞാൻ അങ്ങനൊന്നും അല്ലല്ലോ അറിഞ്ഞത്. ഞാൻ ഗോവർദ്ധനെയും ബാലേന്ദ്രനെയും മനുവിനെയും എല്ലാരെയും വിളിക്കാറുണ്ട്. ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം ഞാൻ അപ്പാപ്പ അറിയാറുണ്ട്. ഇതുവരേക്കും ബില്ലെന്ന നിലയിൽ നിങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഗോവർദ്ധനെ വിളിച്ചന്വേഷിച്ചായിരുന്നു. ആദ്യത്തെ ദിവസം നീ ആ ബില്ലെല്ലാം കൂടി ഗോവർദ്ധനെ കൊടുത്തിട്ട് ബാലേന്ദ്രനെ കൊടുത്തേക്കാൻ പറഞ്ഞെന്നും ഞാൻ അറിഞ്ഞു. എന്നിട്ട് ഇന്നലെ അലീന ഇറങ്ങുന്ന സമയമായപ്പോ ഗോവർദ്ധനെ വിളിച്ചിട്ട് നിങ്ങൾ 1,00,000 രൂപ ക്യാഷ് കൊടുത്തെന്നും ബാക്കി സംഭവങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞിരുന്നു. എല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്യാനുള്ള കാരണക്കാര്. ബാലേന്ദ്രനെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും, രണ്ടിനും സുഖമായിരിക്കും. അപ്പോ രാജീവൻ പറയാണ്, എന്റെ പൊന്നേട്ടാ ഞങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യാത്ത കാര്യം എങ്ങനാ ഞങ്ങളെ അയക്കുന്നത് എന്ന് ചോദിക്കുമ്പം, മിണ്ടിപ്പോവരുത്, നിങ്ങളിവിടെ കാണിച്ചു കൂട്ടുന്നൊക്കെ എന്തൊക്കെയാണെന്നേ ഞങ്ങൾക്കറിയാം. ബാലേന്ദ്രന്റെ കയ്യിൽ നിന്നും ചൂലിനടി മേടിച്ച് നീ നിന്റെ ഭാര്യയും മോനും അവിടെ നിന്ന് ഇറങ്ങിപ്പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഇനി ആ ചൂലിനായിരിക്കില്ല, നേരിട്ട് ശിവനിട്ടായിരിക്കും കിട്ടാൻ പോണത്. എടാ, ഈ രാജീവൻ എന്തെങ്കിലും പൊട്ടത്തരം കാണിച്ചാ നീ വേണ്ടേ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്? ഇങ്ങനെയൊക്കെ ചെയ്യാവോ? അതൊരു പെൺകുട്ടിയല്ലേ? എന്റെ പൊന്നേട്ടാ, ഞങ്ങൾ ചെയ്തിട്ടില്ല. കുറച്ചു നേരം മുമ്പേ മനു ഇവിടെ വന്ന് പറഞ്ഞു, ഞങ്ങൾ ചെയ്തു, അങ്ങനെയാ ഇങ്ങനെയാ, ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോകും, ഞങ്ങൾ പറഞ്ഞു കേസ് കൊടുത്തോളാൻ. ഞങ്ങൾ ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഞങ്ങൾ ടെൻഷൻ എടുക്കേണ്ട കാര്യം? ഞങ്ങൾ ചെയ്തെങ്കിൽ ഞങ്ങൾ പറഞ്ഞാ പോരെ? ദേ, വീണ്ടും എന്നോട് കള്ളം പറയരുത്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഗംഗേട്ടനെ വിളിക്കുന്നുണ്ട്. അല്ല ഗംഗേട്ടാ, നിങ്ങൾ എവിടെയാ? ഹോട്ടലിലെത്തിയോ? ആ, ഞാൻ ഹോട്ടലിൽ മുറിയിലുണ്ട് ബാലേന്ദ്ര, നീ ഇങ്ങോട്ടേക്ക് കയറി പോരെ. അങ്ങനെ മനു ആണെങ്കിൽ ഹോട്ടലിന്റെ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. ബാലനും കൃഷ്ണമോളും കൂടി അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് ശിവൻ ചോദിക്കാണ്, എനിക്ക് മനസ്സിലാവാത്തത്, നമ്മുടെ പെങ്ങളെ ഇത്രയും ചതിച്ച ആ ബാലനെ നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്? രാജവൻ ചോദിക്കാണ്, അതെ ഏട്ടാ, കൃഷ്ണമോളും ഭയങ്കര സപ്പോർട്ടാ അലീനയ്ക്ക്. എനിക്കെന്താ മനസ്സിലാവാത്തത്, അവളുടെ സ്വന്തം അമ്മേനെയല്ലേ അച്ഛൻ ചതിച്ചത്? നമ്മളുടെ പെങ്ങളെയല്ലേ അയാൾ ചതിച്ചത്? 10-23 വർഷമായിട്ട് നമ്മുടെ പെങ്ങളെ ചതിച്ച് അയാളിപ്പോ ഒരു പെണ്ണിനെ കൊണ്ട് കയറി വന്നിരിക്കുന്നു. എന്നിട്ട് അതിനെ ഗംഗേട്ടൻ സമ്മതിച്ചു കൊടുക്കുവാണോ എന്ന് ചോദിക്കുമ്പം, ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറയാം.
നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് ബാലേന്ദ്രന്റെ മോളല്ല എന്ന് പറയാണ്. അപ്പോ ഇവർ ചോദിക്കാണ്, പിന്നെ ആരുടെ മോളാ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ബാലേന്ദ്രൻ കതകും തുറന്ന് അങ്ങോട്ടേക്ക് കയറി വരികയാണ്. കൂടെ തന്നെ മനു ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയാണ്, അത് ഞാൻ പറയാം, ഞാൻ തന്നെ പറയുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുകയാണ്. അന്ന് 10-23 വർഷം മുമ്പേ ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഒരു വേലക്കാരനായിരുന്നു. അന്ന് എനിക്ക് വൈജയനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പകാലം തൊട്ടേ ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം നിങ്ങളുടെ അച്ഛൻ പിടിച്ച് എന്നെ അടിച്ചു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ഒരു ദേഷ്യത്തിലാ ഞാനന്ന് നാടുവിട്ട് പോയത്. എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണമെന്ന് ഓർത്ത് 2 വർഷം കൊണ്ട് ഞാൻ അതിനുള്ളതെല്ലാം സമ്പാദിച്ചു. ആ സമയത്ത് വൈജ ആഗ്രഹം പഠിക്കാൻ പോയിരിക്കുകയായിരുന്നു. അത് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കാണ്. രണ്ടുപേരും തല ഊണിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ തിരികെ വന്നപ്പോ വൈജയുടെ സമ്മതം പോലും ചോദിക്കാതെയാ ആ കല്യാണം നടത്തിയത്. വീട്ടുകാരെല്ലാം പറഞ്ഞത് വൈജയ്ക്ക് എന്നോട് ഇഷ്ടമാണ്, താല്പര്യമാണെന്നൊക്കെയാ. തിരിച്ച് ഞാൻ വന്നപ്പോ വലിയ കോടീശ്വരനായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്നോട് താല്പര്യമായിരുന്നു. കാരണം ഞാൻ കാശുണ്ടാക്കിയല്ലോ. അതുകൊണ്ട് നേരത്തെ പോലെ ഒരു വേലക്കാരനല്ലല്ലോ. അങ്ങനെ ആ കാശുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചു തന്നു. അതിനുശേഷം 10-23 വർഷമേ എന്റെ മുമ്പിൽ കൂടെ പതിവ്രത ചമഞ്ഞ് ഞെളിഞ്ഞു നടക്കായിരുന്നു നിങ്ങളുടെ പെങ്ങള്. എന്റെ മുമ്പിൽ കൂടി എന്റെ കൂടെ ജീവിച്ചു. 3 മക്കളുമായി. എന്നെ ചതിക്കല്ലായിരുന്നു അവള് എന്ന് ചോദിക്കാണ്. അപ്പൊ ഇവരൊന്നും മിണ്ടാതെ നിൽക്കാം കേട്ടോ. അപ്പോഴേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, ശിവ, രാജീവ, നിങ്ങൾ കരുതുന്ന പോലെ ഇവന്റെ മകളല്ല അലീന. നിങ്ങളുടെ, അതായത് നമ്മളുടെ പെങ്ങള് വൈജയുടെ മകളാ അലീന എന്ന് പറയുമ്പോഴേക്കും അവര് ഞെട്ടി നിൽക്കാണ്. ബാലെന്ന് പറയുന്നുണ്ട്, അതെ, ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ ആരുടെ മോളാന്ന്. അവളെ സംരക്ഷിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. എന്റെ ഭാര്യ പിഴച്ചു പ്രസവിച്ച കുട്ടിയാ അലീന. അതറിഞ്ഞ നിമിഷം തന്നെ അലീനയും കൊന്ന് അവളെയും കൊന്ന് ജയിലിൽ പോകാനുള്ള ദേഷ്യമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, അലീന അവൾ എന്ത് പിഴച്ചു, അവൾ എന്ത് പാപം ചെയ്തു? അവളുടെ വയറ്റിൽ പിറന്നത് ആ ഒരു തെറ്റ് മാത്രമേ അവൾ ചെയ്തുള്ളൂ. ഇത്രയും കാലം അവളുടെ അമ്മ ചെയ്ത തെറ്റിന്റെ പേരിൽ ആ പാപം നീറി ഒരു അനാഥാലയത്തിൽ ജീവിക്കായിരുന്നു. ഇനിയും അതിനെ ശിക്ഷിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ എന്റെ വീട്ടില് എന്റെ മകളുടെ സ്ഥാനം കൊടുത്ത് ഞാൻ അവളെ കയറ്റിയത്. വൈജയോട് ഞാൻ ഈ സത്യങ്ങൾ പറഞ്ഞാൽ അപമാനഭാരത്താല് അവൾ ആത്മഹത്യ ചെയ്യുന്ന ഇവരെല്ലാം പറഞ്ഞത്. അതുകൊണ്ടാ ഇതുവരേക്കും ഞാൻ അവളോടൊന്നും പറയാത്തത്. എന്റെ മുമ്പിൽ കൂടി അവൾ അഴിഞ്ഞാടി ജീവിക്കുകയല്ലായിരുന്നു ഇത്രയും കാലവും. 365 ദിവസത്തിൽ 300 ദിവസവും ഞങ്ങൾ തമ്മിൽ അടിയും പിണക്കവും ഒക്കെ ആയിരിക്കും. പക്ഷേ അവളുടെ ആ പിണക്കവും അടിയും എല്ലാം ഞാൻ ആസ്വദിക്കായിരുന്നു. ഒരു ദിവസം പോലും എനിക്ക് സമാധാനം തന്നിട്ടില്ല. പക്ഷേ അതൊന്നും എനിക്ക് വലിയ കുറ്റമായിട്ട് തോന്നിയില്ല. എന്റെ മക്കളുടെ അമ്മ, എന്റെ ഭാര്യ, ആ നിലയിൽ അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹിച്ചു. പക്ഷേ ഈ സത്യം അറിയുന്നത് വരെ, ആ സത്യം അറിഞ്ഞ പിന്നെ വൈജ എന്റെ മനസ്സിലേ ഇല്ല. അവളൊരു ചതിച്ചിയാ. ഒരു കുഞ്ഞിനെ ചതിച്ചു, എന്നെയും ചതിച്ച ഒരു ചതിച്ചി. അത്ര മാത്രമേ എന്റെ മനസ്സിലുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അതെ, അവൻ പറഞ്ഞെല്ലാം സത്യമാണ്. അപ്പൊ ശിവനും രാജുവും ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാട്ടാ സാധിക്കുന്നത്? അച്ഛൻ പറഞ്ഞതല്ലേ അന്ന് വൈജിക്കുണ്ടായ കുട്ടി മരിച്ചു പോയെന്ന്. അപ്പോ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് നമ്മുടെ അച്ഛൻ നമ്മളോടൊക്കെ കള്ളം പറഞ്ഞതാ. വൈജയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തത്. വൈജയുടെ കുട്ടി മരിച്ചിട്ടില്ലായിരുന്നു. ശരിക്കും അവളെ അച്ഛനാണ് അനാഥാലയത്തിലേക്ക് ആക്കിയത്. സ്നേഹനികേതം എന്ന അനാഥാലയത്തിലെ ആ പ്രജിത്താമ്മയുടെ കയ്യിലേക്കാണ് അലീന മോളെ കൊണ്ടുപോയി നമ്മുടെ അച്ഛന് കൊടുത്തത്. ഇതിന് നമ്മുടെ കുഞ്ഞിരാമനങ്ങളും കൂടി സാക്ഷിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അച്ഛൻ അന്ന് വൈജയനെ അറിയിച്ചതും ആ കുഞ്ഞ് മരിച്ചു പോയെന്നല്ലേ, നമ്മളെയും അങ്ങനെ തന്നെയല്ലേ അറിയിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടി വളർന്നു വലുതായിട്ടാ ഇപ്പൊ അവരുടെ അമ്മയെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഇത്രയും കാലം ആരോടും അവര് പറഞ്ഞില്ലായിരുന്നു. പക്ഷെ അവസാന നിമിഷം അവര് മരിക്കുമെന്ന് തോന്നിയപ്പോ അലീന എങ്ങനെയെങ്കിലും അവളുടെ സ്വന്തക്കാരെ കണ്ടെത്തട്ടെ എന്ന് കരുതിയിട്ടാണ് അവളോട് അവര് സത്യം വിളിച്ചു പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, പക്ഷേ വൈജയന്തിക്ക് ഇതുവരെ ഒരു കാര്യങ്ങൾ അറിയില്ല. ശരിക്കും ഇയാളുടെ കുഞ്ഞാണെന്ന് കരുതിയ വൈജി ഇപ്പോഴും ഇരിക്കുന്നത്. രാജീവനും ശിവനും എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കാണ്. അപ്പോ ബാലേന്ദ്രൻ ചോദിക്കാണ്, നിങ്ങളോട് എനിക്കുള്ള ദേഷ്യത്തിന്റെ കാര്യമൊക്കെ നിങ്ങൾക്കപ്പൊ മനസ്സിലായല്ലോ. ഞാനേ ആഗ്രയിലേക്ക് പോയ എന്തിനാണെന്ന് നിങ്ങളൊക്കെ അന്വേഷിച്ചില്ലേ? ഇപ്പൊ മനസ്സിലായോ എന്തിനാ പോയെന്ന്? എന്റെ ഭാര്യയുടെ കഴിഞ്ഞ കാലം കണ്ടുപിടിക്കാൻ, അവള് എന്നെ ചതിച്ചത് കണ്ടുപിടിക്കാനായിട്ട്.
അന്ന് ഈ ഗംഗേട്ടൻ്റെ അടുത്ത് ഞാൻ പോയിരുന്നു, അവളെ പിഴച്ചു പറ്റ കാര്യമൊക്കെ ഞാൻ അറിയുകയും ചെയ്തിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് ഒന്നും അറിയാത്തവളെ പോലെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് അവൾ എൻ്റെ കൂടെ ഒന്ന് ജീവിച്ചു. 3 കുട്ടികളുമായിട്ട് അവൾ ഞെളിഞ്ഞു നടക്കുക. ഓർക്കുമ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോവുക എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. വലിയ തറവാട്ടിലെ ഒരു പെൺകുട്ടീനെ കെട്ടിയപ്പോ ഞാൻ എല്ലാം തികഞ്ഞാനാണെന്ന് കരുതി ഞാൻ ഒത്തിരി അഹങ്കരിച്ചു. ഒരുപാട് ഞാൻ അഹങ്കരിച്ചു. അതിന് ദൈവം എനിക്കെന്ത് ശിക്ഷയാണ് വൈജ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഗംഗാധരൻ പറയുന്നുണ്ട്, നിങ്ങളിപ്പോ ചെയ്ത തെറ്റിന്റെ വലിപ്പം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. ഇനിയെങ്കിലും പറ, അലീന എവിടെയുണ്ട്? അലീന നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ കുഞ്ഞാ. ആ ഒരു ഓർമ്മ നിനക്ക് വേണം. നമ്മുടെ മോള അലീന. അവളിപ്പോ എവിടെയുണ്ട് എന്ന് ചോദിക്കാണ്. ശിവനും രാജീവനും ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കാണ്. മനു പറയുന്നുണ്ട്, സത്യങ്ങളെല്ലാം അച്ഛനും കൊച്ചിനും അറിഞ്ഞല്ലോ. ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ എനിക്കറിയാം. ഞാനും അതുപോലെ ബാലനങ്ങളും അതുപോലെ വല്യച്ഛനും എല്ലാവർക്കും സത്യങ്ങളെല്ലാം അറിയാം. അലീനയ്ക്കും അറിയാം അവളുടെ അമ്മ വൈജിയാന്ന്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ അവള് കൊല്ലപ്പള്ളിയിലേക്ക് വന്നതും നേരെ നെടുമ്പരേക്കിലേക്ക് വന്നതും എല്ലാം. അവക്ക് എങ്ങനെയെങ്കിലും അവളുടെ അമ്മയെ കാണുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരും സത്യങ്ങൾ അറിയരുതെന്ന് അവക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ അങ്കിള് അതെങ്ങനെയോ കണ്ടുപിടിച്ചു. അതിനുശേഷം അങ്കിളാ എന്നോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. പിന്നെ ഗംഗ വല്യച്ഛനാണെങ്കിൽ ഈ സത്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യായിരുന്നു. ഇനിയെങ്കിലും പറ, അലീന എവിടെയുണ്ട്? അവളെ രക്ഷപ്പെടുത്തണം. കണ്ട റൗഡുകളുടെ ഒക്കെ കയ്യിൽ അവളെ നിങ്ങൾ ഏൽപ്പിച്ചല്ലേ. നമ്മുടെ സ്വന്തം വൈജാനയുടെ മകളാ അവള് എന്ന് പറയുമ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, അത് പിന്നെ ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റിപ്പോയി. ഞങ്ങളുടെ സഹോദരിയുടെ ജീവിതം താറുമാറാക്കാൻ വന്നത് അവളാണെന്ന് കരുതിയിട്ടാ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്. അലീന ഒരിക്കലും ഞങ്ങളുടെ മോളാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ബാലേന്ദ്രന്റെ ഏതോ അവിഹിത സന്തതിയാണെന്ന് കരുതിയിട്ടാ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്. ഞങ്ങൾ ഇപ്പോൾ തന്നെ അവന്മാരെ വിളിക്കാം എന്നും പറഞ്ഞിട്ട് ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ അവരെടുക്കുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് അവളെ കഥ തുറക്കാത്തതിന്റെ ദേഷ്യത്തില് അവന്മാരെല്ലാം കൂടെ കൂടിയിട്ട് ജനലിലേക്ക് പോയിട്ട് അവളെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവളാണെങ്കിൽ പേടിച്ച് അവിടെ കിടന്ന് നിലവിളിക്കാണ് കേട്ടോ. ശിവേട്ടാ, അവന്മാരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഏതൊക്കെ റൗഡികളാണെന്ന് എങ്ങനെയുള്ളവന്മാരാണെന്ന് ആർക്കറിയാം. അലീനയ്ക്ക് അവളുടെ ജീവനും ജീവിതത്തിനും എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് മനു ചോദിക്കാണ്. അപ്പോ രാജുവും പറയാണ്, ഇല്ല അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞിട്ടേ അവളെ എന്തെങ്കിലും ചെയ്യാവുള്ളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ബാലനും പറയുന്നുണ്ട്, അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ ദേ രണ്ടിനെയും വലിച്ചു കീറി ഞാൻ ഭിത്തി ഒട്ടിക്കും. ആ ഒരു ഓർമ്മ വേണം. എന്നിട്ട് പറയുന്നുണ്ട്, അവള് നിങ്ങളുടെ പെങ്ങളുടെ മകളല്ല, അവൾ എൻ്റെ മകള് തന്നെയാ. ഇനി അങ്ങനെ അവള് ജീവിച്ചാ മതി. അതല്ലാതെ ആ പിഴച്ചവളുടെ മകളായിട്ട് എൻ്റെ അലീന മോള് ജീവിക്കണ്ട എന്ന് ഇവൻ പറയുന്നുണ്ട് കേട്ടോ. കൊണ്ടുപോയ അവന്മാര് എങ്ങനത്തെവന്മാരാന്ന് പോലും അറിയില്ല. എൻ്റെ അലീന മോളുടെ ദേഹത്തെങ്ങാണം അവന്മാർ തൊട്ടാ അവന്മാരെ കഴിഞ്ഞാൽ വിട്ടും. അവന്മാരെ മാത്രമല്ല നിങ്ങളുടെയും എന്നൊക്കെ പറഞ്ഞ ബാലേന്ദ്രൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഗംഗേടൻ ചോദിക്കാണ്, അല്ല രാജീവ എങ്ങോട്ടേക്കാ കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത്? അത് പിന്നെ എൻ്റെ അളിയൻ്റെ 20 ഏക്കർ ആ എസ്റ്റേറ്റ് ഇല്ലേ, റബ്ബറിന്റെ എസ്റ്റേറ്റ്, അങ്ങോട്ടേക്കാ കൊണ്ടുപോയത്. അവിടെ ഒരു പൊളിഞ്ഞ വീടുണ്ട്, അവിടെ കൊണ്ടുപോയിരിക്കുക. എന്നാൽ എല്ലാവരും കൂടി പെട്ടെന്ന് വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇനിയിപ്പോ നിന്റെ കോൾ അവന്മാരെന്താ എടുക്കാത്തെന്ന് അറിയില്ലല്ലോ. അവന്മാർ ചതിച്ചാലോ? നിങ്ങള് ഇനി കൊല്ലാൻ വല്ല നോക്കുകയാണെന്ന് പറഞ്ഞ് അവന്മാർ ആ പെൺകുട്ടീനെ വേറെ നിങ്ങളെ ചെയ്താൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കാണ്. അങ്ങനെ എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് ആ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. രാജീവൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവന്മാർ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ എടുക്കുന്നില്ല. അവന്മാരാണെങ്കിൽ ആ കതക് പൊളിക്കാൻ ശ്രമിക്കാണ്. അതുപോലെ തന്നെ ജനലിൽ കൂടി അവളെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അവളാണെങ്കിലോ അവിടെ കിടന്ന് അലറി വിളിക്കുകയും ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ഇവര് ഓടിയെത്തുന്നുണ്ട്. ഇവരെല്ലാരും മനു, ബാലേന്ദ്രനും ഗംഗേട്ടനും ശിവനും രാജീവനും എല്ലാവരും കൂടി ആ ഒരു പൊളിഞ്ഞ കെട്ടിടത്തിലേക്ക് എത്തുകയാണ്. ഈ സമയത്ത് അവന്മാരാണെങ്കിലോ അവളെ കൊല്ലാനായിട്ട് ആ കതവൊക്കെ വലിച്ചു പൊളിച്ച് തുറന്ന് അവളെ കയ്യിലൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നതായിരിക്കും ഇവര് കാണുന്നത്. അപ്പോഴേക്കും ഡാ എന്ന് വിളിച്ചുകൊണ്ട് മനു അലറി വിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഈ സമയത്ത് രാജീവൻ അവളെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുന്നുണ്ട്. എല്ലാവരും അകത്തേക്ക് കയറി ചെല്ലാണ്. പെട്ടെന്ന് റൗഡികള് അവളുടെ കയ്യിൽ വിടുമ്പോഴേക്കും മനുവേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് അലീന മനുവിനെ കെട്ടിപ്പിടിക്കാണ്. അപ്പോഴേക്കും ബാലേന്ദ്രനെ കാണുമ്പോൾ അച്ഛാന്നും പറഞ്ഞ് അവന്റെ അടുത്തേക്കും വരുന്നുണ്ട് കേട്ടോ. ഈ സമയം രാജീവനും ശിവനും അവിടെ നിൽക്കുകയാണല്ലോ. അവളാണെങ്കിലോ പൊട്ടിക്കരയാണ്. ഈ സമയത്ത് രാജീവനും ശിവനും അവന്മാരോട് മാറി നിൽക്കാൻ പറയുന്നുണ്ട് കേട്ടോ. രാജീവൻ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരു തെറ്റിപ്പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്.
അപ്പോ ഗംഗേട്ടനാണെങ്കിലോ അലീനയുടെ പറയുന്നുണ്ട്, മോളെ അലീന, നീ അന്ന് വീട്ടിൽ വന്നപ്പോ തന്നെ നീ ബാലചന്ദ്രന്റെ മകളല്ല വൈദ്യരുടെ മകളാന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. അത് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തതാ. പക്ഷേ ഇവന്മാർക്ക് അതറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചത്. എന്തായാലും ഇപ്പോ ഇവർക്ക് സത്യങ്ങളെല്ലാം അറിയാം. മോള് ഞങ്ങളുടെ പെങ്ങളുടെ കുട്ടിയാണെന്ന സത്യം ശിവനും രാജീവനും മനസ്സിലാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന കരഞ്ഞുകൊണ്ട് അവരെ നോക്കാണ്. ശിവനും രാജീവനും വന്നിട്ട് അലീനയുടെ കൈ പിടിക്കുന്നുണ്ട്. മോളെ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ രണ്ടുപേരോടും മോൾ ക്ഷമിക്കണം. ബാലേന്ദ്രന്റെ അവിഹിത സന്തതിയാണെന്ന് കരുതിയിട്ടാ ഞങ്ങൾ മോളോട് ഇത്രയൊക്കെ ക്രൂരത ചെയ്തത്. എന്റെ വൈജയുടെ മകളാ നീയെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അവളുടെ ജീവിതത്തിന് ഒരു കുഴപ്പമുണ്ടാകുന്ന കരുതിയിട്ടാ ഞങ്ങൾ ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കിയതും ഒച്ചപ്പാടുണ്ടാക്കിയതും ഒക്കെ. മോളെ കൊല്ലാൻ പോലും ഞങ്ങൾ ശ്രമിച്ചത് അതിന്റെ പേരില. ഇനി ഞങ്ങള് നിന്റെ അമ്മാവന്മാരാണല്ലോ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും എന്റെ മോക്കുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബാലെന്ന് പറയാണ്, മതി മതി, കൂടുതൽ ഒരു പിരി സ്നേഹമൊന്നും വേണ്ട. ഇവളെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പെങ്ങൾ പിഴച്ചു പറ്റിയ കുട്ടിയൊന്നുമല്ല, ഇത് എന്റെ മോളാ അലീന, ഈ ബാലന്റെ മകൾ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീനയോട് അവർ പറയാണ്, മോളുടെ അമ്മയ്ക്ക് ഒരു തെറ്റുപറ്റി പോയതാ. ഒരാളെ വിശ്വസിച്ച് കൂടെ ജീവിച്ചതാ. 8 മാസത്തോളം അയാളുടെ കൂടെ അവള് ജീവിച്ചു. രണ്ടുപേരും തമ്മിൽ നല്ല പ്രണയത്തിലുമായിരുന്നു. അപ്പോഴേക്കും ഗംഗേട്ടൻ പറയാണ്, അതേ മോളെ, എന്റെ കൂടെ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു. ആ സമയത്ത് വൈജയുമായിട്ട് അയാൾ നല്ല അടുപ്പത്തിലായിരുന്നു. രണ്ടുപേരും വിവാഹം കഴിക്കാതെ ലിവിങ് ടുഗദറിൽ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് 8 മാസത്തിന് ശേഷം പിന്നെ അവള് 8 മാസം നിന്നെ ഗർഭിണിയായിരുന്ന സമയത്താ അവൻ നാട്ടിലേക്ക് പോണത്. പിന്നെ അവനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെയാ ശേഷം ഞങ്ങൾ ആങ്ങളമാരും അച്ഛനും എല്ലാവരും കൂടിയിട്ട് വൈദ്യനെ നിർബന്ധിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നത്. നാട്ടിലേക്ക് കൊണ്ടുവന്ന് 2 മാസമായപ്പോഴേക്കും അവൾ പ്രസവിച്ചു. നീയാണെങ്കിലോ പ്രസവത്തോടെ മരിച്ചു പോയെന്നാ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോടും വൈദ്യയോടും എല്ലാം പറഞ്ഞത്. നീ ജീവനുണ്ടെന്നുള്ള കാര്യം വൈദ്യക്ക് ഇന്നേ വരെ അറിയില്ല എന്ന് പറയാണ്. അങ്ങനെ അച്ഛൻ ആ ഒരു പറഞ്ഞ വാക്കും പുറത്ത് ഞങ്ങൾ വിശ്വസിച്ചാണ് ഇത്രയും കാലം ഇരുന്നത്. മോള് ജീവനുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്കെല്ലാം എന്തൊക്കെയോ സംശയം തോന്നിയിരുന്നു. അന്ന് മോളുടെ ബോഡിയുടെ കാര്യമൊക്കെ ചോദിച്ചപ്പോ അതൊന്നും ഇല്ല, കുട്ടി പ്രസവത്തോടെ മരിച്ചു പോയതുകൊണ്ട് അതൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഒരുപാട് ഒഴിഞ്ഞു മാറി. അത് മോളുടെ അമ്മയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. അങ്ങനെ പിന്നീട് മോളുടെ അച്ഛനെ കുറിച്ച് ഒരറിവുമില്ല. വൈജി ആകെപ്പാടെ മാനസികമായി തകർന്നു പോയിരിക്കുകയായിരുന്നു. ആ സമയത്താ അച്ഛൻ മോളെ സ്നേഹനികേയത്തിലേക്ക് ഏൽപ്പിച്ചതും. അതിനുശേഷം വൈജ 2-3 മാസത്തോളം റൂമിൽ തന്നെ അടച്ചിരിപ്പായിരുന്നു. ആരോടും മിണ്ടാട്ടമില്ല, ഒന്നുമില്ലാതെ ഒരു മാനസിക രോഗിയെ പോലെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു. അവസാനം ഞങ്ങൾ എല്ലാരും കൂടിയാ ബാലന്റെ ആലോചന വന്നപ്പോ നിർബന്ധിച്ചത്. ഒരിക്കലും അതിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞതാ. പക്ഷേ ഞങ്ങളുടെ എല്ലാം നിർബന്ധപ്രകാരമാണ് അവൾ അങ്ങനെ ചെയ്തത്. ഒരിക്കൽ അവളുടെ ആഗ്രഹപ്രകാരം അവളൊരു തെറ്റിലേക്ക് പോയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാം പറഞ്ഞത് അവൾ അക്ഷരപ്രതി അനുസരിക്കുകയായിരുന്നു. അങ്ങനെയാ ഈ കല്യാണം നടന്നത് മോളെ എന്നൊക്കെ പറയുന്നതിന് കേട്ടോ. ശിവനും രാജീവനും പറയാണ്, അതെ, ഞങ്ങളുടെ പെങ്ങളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിട്ടാ ഞങ്ങള് ഒരു കാര്യങ്ങളും ബാലേന്ദ്രനോട് പറയാതിരുന്നത്. അവള് ഇതുപോലെ പ്രസവിച്ചു എന്ന് പറഞ്ഞാല് ആ സംഭവം പറഞ്ഞ ബാലേന്ദ്രൻ അവളെ സ്നേഹിക്കില്ല, സ്വീകരിക്കില്ലെന്ന് കരുതിയിട്ടാ ഞങ്ങള് അതൊക്കെ മറച്ചു വെച്ചത്. ബാലേന്ദ്ര, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുമ്പം ബാലനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ശിവൻ പറയാണ്, അതെ ബാലേന്ദ്ര, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങള് സത്യങ്ങളെല്ലാം മറച്ചു വെച്ചു. അത് ഞങ്ങളുടെ പെങ്ങളുടെ ജീവിതം സുരക്ഷിതമാവാൻ വേണ്ടിയാ. നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടി നിങ്ങൾ എന്നെ പൊട്ടനാക്കിയല്ലേ? എന്നിട്ട് എനിക്കൊരു അവിഹിതത്തിൽ മകളുണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അങ്ങനെ പെരുമാറിയത്. അപ്പൊ നിങ്ങൾ ഒന്ന് തിരിച്ചു ചിന്തിച്ചോ? നിങ്ങളുടെ പെങ്ങളിപ്പോ ഇവിടെ ആക്സിഡന്റ് അവൾ കിടക്കുന്നുണ്ടല്ലോ, അവളെങ്കിലും ഒന്ന് ചിന്തിച്ചോ താൻ എത്രമാത്രം പതിവ്രതയാണെന്ന്? അവളിപ്പോഴും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? എന്റെ അവിഹിത സന്തതിയെ അവൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പോ അവളും പണ്ട പിഴച്ചു പറ്റതാണെന്ന് ഓർമ്മയെങ്കിലും അവക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ശിവൻ പറയാണ്, കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ രാജീവ, 10-23 വർഷം മുമ്പേ കഴിഞ്ഞു പോയ കാര്യം. അതിനിപ്പോ അവക്ക് അവളുടെ പുറകിലോട്ട് പോയിട്ട് അവക്കതൊക്കെ ശരിയാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനിയെങ്കിലും നിങ്ങള് അടിയും വഴക്കൊന്നും ഇല്ലാതെ സ്നേഹത്തോടെ ജീവിക്കണം എന്നൊക്കെ പറയുമ്പോ ബാലേന്ദ്രൻ പറയാണ്, ഇല്ല, നിങ്ങൾക്കേ അതൊക്കെ വെറുതെ തോന്നുക. ഇനിയിപ്പോ ബാലേന്ദ്രനെ നിങ്ങൾ കാണാൻ പോണതേ ഉള്ളൂ. വൈജ, അവൾക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം. പക്ഷേ ഞാനുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഇത്രയും കൊല്ലം 23 വർഷം അവളെന്നെ ചതിച്ചു. ഒരിക്കലെങ്കിലും അവൾക്ക് ഈ ഒരു കാര്യം എന്നോട് പറയായിരുന്നു.
ബാലേന്ദ്ര, എപ്പോ പറഞ്ഞാലും നിന്റെ റിയാക്ഷൻ ഇങ്ങനല്ലേ? നേരത്തെ പറഞ്ഞെങ്കിൽ നീ അവളെ ഡിവോഴ്സ് ചെയ്തേനെ, അത്രയല്ലേ സംഭവിക്കുള്ളൂ. അത് പേടിച്ചിട്ടാ അവള് പറയാതിരുന്നത്, അല്ലാതെ നീ ക്ഷമിക്കാനൊന്നും പോണില്ലല്ലോ എന്ന് ചോദിക്കാണ്. ഇത്രയും കൊല്ലം അവള് പറയാത്തിന്റെ കാരണവും അത് തന്നെയാ. സ്വന്തം ഭർത്താവിനോട് ഈ ഒരു കാര്യം ഏതൊരു പെണ്ണെങ്കിലും പറയുമോ ബാലേന്ദ്ര എന്ന് ചോദിക്കുമ്പോ, വേണ്ട, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, കൂടുതൽ ന്യായീകരിക്കാനും നോക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും അവള് ചെയ്തത് തെറ്റ് തന്നെയാ. ഒരിക്കലും അത് മറക്കാനോ പൊറുക്കാനോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അലീന വന്നിട്ട്, അച്ഛാ, അവര് പറഞ്ഞില്ലേ അമ്മയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ, അമ്മ അങ്ങനെ ചെയ്തു, ഞാൻ മരിച്ചു പോയെന്നല്ലേ മുത്തശ്ശനൊക്കെ പറഞ്ഞത്. അതുപോലെ ഇവരെല്ലാം കൂടെ നിർബന്ധിച്ചില്ലേ ഈ കല്യാണത്തിന് അമ്മ സമ്മതിച്ചത്. അലീന മോളെ, മോക്കൊന്നും അറിയില്ല, മോളൊന്നും പറയണ്ട. ഞാൻ അനുഭവിച്ചത് എനിക്കറിയാം. ഇത്രയും കാലം വൈജയനെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചു എന്ന് നിനക്കറിയോ? ഇപ്പോഴല്ല, എന്റെ ചെറുപ്പകാലം തൊട്ടേ എന്റെ മനസ്സിൽ വൈജ മാത്രമേ ഉള്ളായിരുന്നു, അവള് മാത്രമേ ഉള്ളായിരുന്നു. അന്നേ അവളത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവളെ കുഞ്ഞിനെ സ്വീകരിച്ചേനെ, നിന്നെന്റെ മോളെപ്പോലെ ഞാൻ വളർത്തിയേനെ. അല്ലാതെ ഇത്രയും വർഷം എന്റെ കൂടെ ജീവിച്ച് എന്നെ ചതിച്ചിട്ട് അവളെ ഞാൻ ഇനി സ്വീകരിക്കണോ എന്ന് ചോദിക്കാണ്. ഗംഗേട്ടൻ പറയാണ്, ബാലേന്ദ്ര, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോ അതും വെച്ചോണ്ടിരിക്കാതെ ഇപ്പതേ രണ്ടാമതൊരു ജീവിതത്തിലേക്കാ വൈജയന്ത് വന്നിരിക്കുന്നത്. മരണത്തെ മുഖാമുഖം കണ്ട് അവള് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇനിയെങ്കിലും നീ അതൊക്കെ ക്ഷമിക്കണം. നീ പറഞ്ഞല്ലോ വൈജയോട് നിനക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നെന്ന്, അതുകൊണ്ടാ പറഞ്ഞത്. ഇനിയും ആ സ്നേഹം അങ്ങോളം നിലനിൽക്കണം, നിങ്ങളുടെ 3 മക്കൾക്ക് വേണ്ടി എന്ന് പറയുന്നുണ്ട്. ബാലനും പറയാണ്, എനിക്കിപ്പോ 3 അല്ല, മക്കൾ 4. അതിൽ എന്നെ മനസ്സിലാക്കി സ്നേഹിക്കുകയും ചെയ്യുന്ന 2 പേരേ ഉള്ളൂ. ബാക്കി 2 പേരെ ദേ ഇവര് കൊണ്ട് അങ്ങ് ആക്കിയിരിക്കല്ലേ കൊല്ലപ്പള്ളിയിൽ എന്ന് ചോദിക്കാണ്. രാജീവനും ശിവനും പറയുന്നുണ്ട്, കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ തന്നെ തിരികെ കൊണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയാണ്. ബാലനും പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ഒരിക്കലും അവളെ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല, ബാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അലീനയും കൂട്ടി അവിടുന്ന് ഇറങ്ങാണ്. മനുവും അതുപോലെ തന്നെ ഗംഗാധരനും ഒക്കെ പുറകെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയം രാജീവും ശിവനും വന്നിട്ട് ഗംഗേട്ടനോട് പറയുന്നുണ്ട്, ഗംഗേട്ടാ, ഇനി എങ്ങനെ നമ്മൾ ഈ പ്രശ്നങ്ങൾ ഒതുക്കും? ഇത്രയും ദിവസം ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. അലീനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും അവളെ ഇവിടുന്ന് ഒഴിവാക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചു. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വൈജിയോട് ഞങ്ങൾ എങ്ങനെ പറയേണ്ടത്, എന്താ പറയേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം, എന്തൊക്കെയാണെങ്കിലും അവളിപ്പം സത്യങ്ങളൊന്നും അറിയണ്ട, അവൾ അറിഞ്ഞാലേ അവൾ തകർന്നു പോവും. പണ്ടൊരിക്കൽ അവള് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അതിനപ്പുറമായിരിക്കും അവൾ ഇത് ചെയ്യാൻ പോണത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും തൽക്കാലം അവളെ പറയിക്കണ്ട. അവളുടെ ഇപ്പൊ അവസ്ഥയില് അതൊന്നും സംഭവിക്കാൻ പാടില്ല. അവൾ എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവറായി വരട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ രാജീവനും ശിവനും ഗംഗേട്ടനും എല്ലാവരോടും കൂടിയിട്ട് ആ ഒരു ഗൊഡോണിന്ന് ആ ഒരു തട്ടിക്കൊണ്ടുപോയ സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഇവരെല്ലാരും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. അങ്ങനെ വൈദ്യരുടെ അടുത്ത് സുലോചന ഉണ്ടല്ലോ, സുലോചന അടുത്തേക്ക് ഗോവർദ്ധൻ വന്നിട്ട് പറയുന്നുണ്ട്, എവിടെ പോയി എല്ലാവരും ഒന്ന് ഒരു പിടുത്തമില്ല, എല്ലാവരും ഞാൻ വിളിച്ചു നോക്കി, എന്നിട്ട് ആരും നിന്നെ കിട്ടുന്നില്ല. സുലോചന പറയാണ്, അലീനയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും ഞാൻ വിളിച്ചു, ഒരു അറിവും ഇല്ല എന്ന് പറയുന്നുണ്ട്. വൈജി ഇതൊക്കെ അവിടുന്ന് ശ്രദ്ധിക്കാണ് കേട്ടോ. അവളുടെ മുഖത്ത് ചെറിയൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. ഇവളെ കാണുന്നില്ലെന്ന് ഇവളുടെ ഒരു സംസാരത്തിൽ തന്നെ ഇവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് അലീനയും കൊണ്ട് ബാലനും അതുപോലെ തന്നെ കൃഷ്ണയൊക്കെ കയറി വരുന്നത്. ഉടനെ ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് ഓടിച്ചില്ലാണ്, അലീന നീ എവിടെ പോയതാ, മനുഷ്യനെ തീ തിരിച്ചു കളഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ പറയാണ്, അതൊക്കെ വലിയൊരു കഥയാ, അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, അതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശിവനും രാജീവനും ഒക്കെയുണ്ട്. ഗംഗേട്ടൻ എപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളൂ ഗോവർദ്ധ എന്ന് പറയാണ്. അങ്ങനെ മനുവും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോ അലീന പറയാണ്, അച്ഛാ ഞാനൊന്ന് മേഡത്തിനെ കണ്ടോട്ടെ എന്ന് പറയുമ്പം രാജീവും ശിവനും പറയാണ്, മോള് കണ്ടോ, ഇനിയിപ്പോ മോളാ കാണേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഗോവർദ്ധൻ ചോദിക്കാണ്, ഇതെന്ത് പറ്റി? ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല. ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞാനും ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് നേരെ വൈജയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്ക് സുലോചന, ആഹാ ഏട്ടൻ എപ്പോ വന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വന്ന് ലാൻഡ് ചെയ്തതേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. വൈജയെ നിനക്കിപ്പോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാണ്. സിസ്റ്റർ പറയുന്നുണ്ട്, ഒത്തിരി മിണ്ടിക്കൊന്നും വേണ്ട, സംസാരിക്കാനൊന്നും പറ്റില്ല, താടിയിലൊക്കെ നല്ല പൊട്ടലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, പ്രശ്നമെല്ലാം ഒരു കരയ്ക്ക് ഒപ്പിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ നീ ടെൻഷനൊന്നും അടിക്കണ്ട, നീ ഇപ്പോ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുക,
ഇത് നിന്റെ മറുജന്മമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിന്റെ മനസ്സിൽ വേറെ പ്രശ്നങ്ങളോ വേറെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. നല്ല കൂളായിട്ട് സന്തോഷമായിട്ടിരിക്കുക. ബാലേന്ദ്രൻ ഒരിക്കലും നിന്നെ വിട്ട് പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഈ സമയത്തേക്ക് അലീന അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അലീനയുടെ ആകപ്പാടെ മുഷിഞ്ഞ ആ ഒരു കോലമൊക്കെ കണ്ട് വൈജി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അമ്മേനെ ഒന്ന് കാണാൻ തോന്നി, അതുകൊണ്ട് വന്നതാ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് വൈജിയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. വൈജി പെട്ടെന്ന് ആ കൈ തട്ടി മാറ്റുന്നുണ്ട്. അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ആ നഴ്സ് ചോദിക്കുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും കഷ്ടം കിട്ടും കേട്ടോ. നിങ്ങളുടെ ഭർത്താവിന്റെ കുട്ടിയൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ, ഇത്രയ്ക്ക് പോറൊന്നും പാടില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ നഴ്സും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. തിരിച്ചു വന്നിട്ട് അലീന പറയുന്നുണ്ട്, അച്ഛാ വീട്ടിലേക്ക് പോവാന്ന്. അപ്പോ കൃഷ്ണമോള് പറയാണ്, ശരി അച്ഛാ, ചേച്ചിയുടെ കോലം കണ്ടില്ലേ, ബാ ചേച്ചി നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അലീനയും കൂട്ടി പോവാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയാണ്, ഗോവർദ്ധ നീ ഇവിടെ ഉണ്ടാവണം, ഞാൻ പോയിട്ട് വരാം, മോളെ ഒന്ന് കൊണ്ടുപോട്ടെ, അവന്മാരെ പിടിച്ചു വലിക്കുകയും ഇട്ട് അടിക്കുകയൊക്കെ ചെയ്തതല്ലേ എന്റെ കൊച്ചിന് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഗംഗേട്ടൻ ശിവനോട് രാജനോട് ചോദിക്കുകയാണ്, അല്ല ഇനിയിപ്പോ എന്താ നിങ്ങളുടെ ഉദ്ദേശം? മനു പറഞ്ഞിട്ടുണ്ട്, ഇനിയെങ്കിലും അലീനനെ അവളുടെ രീതിക്ക് വിട്ടേരെ, ആന്റി അറിയുന്ന കാര്യത്തെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഇപ്പൊ എന്തായാലും അറിയാൻ പാടില്ലാത്തൊരാളെ അറിഞ്ഞത് ബാലേന്ദ്രൻ അങ്കിൾ എന്തായാലും അറിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നും കാര്യമില്ല. എത്രയും പെട്ടെന്ന് ആന്റിയെ റിക്കവർ ചെയ്ത് നമുക്ക് കൊണ്ടുവരണം. എന്നിട്ട് ബാലേന്ദ്രൻ ആന്റിനെയും ഒന്നിപ്പിക്കണം. അതാ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയാണ്. ഗംഗേട്ടൻ പറയാണ്, അതെ മനു പറഞ്ഞതാ ശരി. ബാലന്റെ മനസ്സുള്ള ആ ദേഷ്യവും അമർഷവും എല്ലാം അവർ തമ്മിൽ പരസ്പരം പറഞ്ഞ് സംസാരിച്ച് എല്ലാ കാര്യങ്ങൾക്കും അവർ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം. അതിനിടെ കിടന്ന് നമ്മൾ കിടന്ന് ഇക്ഷാണ വരച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാണ്. അങ്ങനെ ഗോവർദ്ധനെയും സുലോചനയും അവിടെ ഏൽപ്പിച്ചിട്ട് ബാക്കി എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് പോകണം കേട്ടോ. വീട്ടിലേക്ക് എന്നതിന് ശേഷം അലീന കുളിക്കൊക്കെ ചെയ്യാണ്. ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് പോയിട്ട് അടുക്കളയിൽ നിന്ന് അവൾക്കുള്ള ഫുഡൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. താഴേക്ക് വന്നിട്ട് അലീനയാണെങ്കിൽ ബാലുവിന് പറയാണ്, അച്ഛാ ശരിക്കും ഞാൻ പേടിച്ചു പോയച്ചാ, ഞാൻ ഓർക്കാണ് ആ അനാഥലത്തിൽ തന്നെ നിന്നാ മതിയായിരുന്നു, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു, എന്തെങ്കിലും ഒരു ജോലി നോക്കി അവിടെ തന്നെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാണ്. ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാ, ദേ ഇപ്പോ എൻ്റെ അമ്മമാർ സഹിതം ഞാൻ ആരാണെന്ന് അറിഞ്ഞു, ഇനി എൻ്റെ അമ്മ കൂടി അറിഞ്ഞാൽ എല്ലാം അവസാനിക്കും അതോടെ, അല്ലേ അച്ഛാ? അപ്പോൾ ബാലൻ പറയാണ്, അവളെ അറിയണം മോളെ, അവളെല്ലാം അറിയണം, അവളെ ഞാൻ അറിയിക്കും, അങ്ങനെയൊന്നും അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്നോട് അവൾ പറയണം ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി, എന്നെ ഈ ചതിച്ചതിന്റെ കാരണവും എനിക്ക് അറിയണം എന്നൊക്കെ പറയാണ്. കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛനത് വിട്, ചേച്ചി ആഹാരം കഴിക്ക്, സമയം എത്രയായെന്ന് കണ്ടോ? മോളെ എനിക്ക് വിശപ്പില്ല, അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല, ചേച്ചി ഒത്തിരി ടയർഡാണെന്ന് തന്നെ കണ്ടാൽ തന്നെ അറിയാം, ആഹാരം കഴിക്ക്, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി കിടന്ന് ഉറങ്ങാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാണ്. ബാലനാണെങ്കിൽ ആകെപ്പാടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവിടെ ഇരിക്കായിരിക്കും. അലീന ഫുഡ് കഴിച്ചതിന് ശേഷം കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛനും ഇനി ആലോചിച്ചുകൊണ്ടൊന്നും ഇരിക്കണ്ട, രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതല്ലേ, ചേച്ചിക്കും പോകാനുള്ളതാ, അതുകൊണ്ട് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ, അച്ഛനും പോയി കിടന്ന് ഉറങ്ങുക എന്നും പറഞ്ഞിട്ട് കൃഷ്ണ അലീനയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ബാലനാണെങ്കിലോ ഈ ഒരു സംഭവത്തെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ വൈജിയോട് ഇത് പറയണമല്ലോ, ഇനിയിപ്പോ ബാക്കി എന്താവും കാര്യങ്ങള്, എന്തായാലും അവന്മാരുടെ സംഭവങ്ങൾ അറിഞ്ഞു, ഇനിയിപ്പോ കൊല്ലപ്പള്ളിയിലുള്ള ബാക്കിയുള്ള സംഭവം അറിയാനുള്ളതൊക്കെ അറിയണം. അതുപോലെ രോഹിത്തിനറിയില്ല, ഭവിതക്കറിയില്ല, പിന്നെ പ്രധാനപ്പെട്ട ആളാണുള്ള വൈജിക്ക് അറിയില്ല, എല്ലാവരും സത്യങ്ങളെല്ലാം അറിയണം എന്നിങ്ങനെ ബാലൻ മനസ്സിൽ കരുതാണ്. നാളെ നടക്കാൻ പോണ പ്രോമോയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ പറഞ്ഞത്. ഇതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യാസം വരും. ഇതുപോലെ എല്ലാ ദിവസവും നമ്മുടെ ചാനലിലൂടെ സ്റ്റോറികൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.